വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡെസ്ക് മേക്ക് ഓവർ ആണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള മേക്ക് ഓവർ ഒന്നുമില്ല, എന്നാലും ചെറുതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഡെസ്ക് മേക്ക് ഓവർ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ചൊരു ധാരണ എനിക്കുണ്ട് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ ആവുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുറേ ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കൊണ്ടുവച്ചിട്ടുള്ള സാധനങ്ങൾ ഈ ഡെസ്കിൻ്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ഓരോ സാധനങ്ങളും ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം കുറേയൊക്കെ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ ഫ്രെയിംസ് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഫ്രണ്ട്സുമായിട്ടുള്ളതും ഫാമിലി ആയിട്ടുള്ളതും ഒക്കെ. അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ മാറ്റുന്നില്ല, ഇവിടെ തന്നെ വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മാറ്റുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി കഴിഞ്ഞപ്പോൾ ഈ ഡെസ്കിൻ്റെ കോലം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യണം. ഇവിടെ വീടിൻ്റെ റെനോവേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെറുതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഡസ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമെങ്കിൽ പോലും ഇങ്ങനെ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നിരിക്കും. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ഇത്. അതായത് ഈ വിൻഡോസിന് കർട്ടൻസ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ലിവിങ് ഏരിയയിലൊരു ഓൾഡ് കർട്ടൻ ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ജനലിൻ്റെ അടുത്ത് കർട്ടൻ പണ്ടുണ്ടായിരുന്നു, ഏകദേശം 1 വർഷം മുന്നേ ഒക്കെ. അപ്പോൾ ഞാനത് അലക്കാൻ വേണ്ടി ഊരി വെച്ചിട്ട് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. 1 വർഷം കഴിഞ്ഞപ്പോഴും എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ആ കർട്ടന് പകരം ഈ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള കർട്ടൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിലത്തെ ഡിസൈൻസും ഒരു ട്രാൻസ്പെറൻ്റ് ആയി നിൽക്കുന്നത്. പിന്നെ പഴയ കർട്ടൻ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കീറിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇഷ്യൂ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാനാണ് വിചാരിച്ചത്. പിന്നെ നൈറ്റൊക്കെ ആകുമ്പോൾ ഈ കർട്ടൻ ക്ലോസ് ചെയ്ത് വെക്കാനാണ് വിചാരിച്ചത്. ഡെസ്കിൻ്റെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കർട്ടൻ ഞാൻ ചെറുതായിട്ടൊന്ന് 2 സൈഡിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഡെക്കോർ ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ ആ പർപ്പിൾ ജേർണൽ സെറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള കുറേ പോസ്റ്റ് കാർഡ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ വാളിൽ ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സൈഡിൽ ഞാൻ ഇതുവരെ ഒന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ സൈഡിൽ ഈ പോസ്റ്റ് കാർഡൊക്കെ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഡെസ്കിൻ്റെ സൈഡിൽ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ കുറേ മുന്നേ ഡെസ്ക് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് എടുത്ത് മാറ്റിയതാണ്. പക്ഷേ ഇനി ഇത് ഇവിടെ വെക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഈ ഒരു പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. DIY ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോയി നോക്കിയ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ മൈൻഡ്സിൽ വന്നൊരു ഐഡിയ ആണ്, ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഈ പോളറോയിഡ്സും മറ്റ് ഫോട്ടോസൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അതായത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് DIY ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വെച്ചിട്ട്. അപ്പോൾ അത് ലെങ്തി ആയിട്ടുള്ളതില്ലായിരുന്നു, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുമെന്ന് ആലോചിച്ചപ്പം ഈ ഒരു ഡബിൾ സൈഡഡ് ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ആദ്യം ഇതിന് പെയിൻറ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഈ ഒരു കളറിൽ തന്നെയാണ് ഇത് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ടേബിൾ ഏരിയയിൽ അങ്ങനെ വോൾ എന്ന് പറയാൻ കാര്യമായിട്ടില്ല, കാരണം ഇത് വിൻഡോ സൈഡ് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഇട്ടിട്ടുള്ള വാർഡ്രോബിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു സംഭവം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ തന്നെ ആയിട്ടൊരു പിൻ ബോർഡും ഉണ്ട്. അപ്പം അത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ആയതുകൊണ്ട് കുറച്ചൊരു വൃത്തികേടായി തോന്നുന്നുണ്ട്, പക്ഷേ ഈ പോളറോയിഡ്സ് ഒക്കെ വരുമ്പം അതൊന്ന് കവർ ആയിക്കോളും.
പോളറോയിഡ്സ് എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഇതൊക്കെയാണുള്ളത്. പിന്നെ കുറേ വുഡൻ ക്ലിപ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുകളിലൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. രണ്ട് മൂന്നെണ്ണമാണ് ഞാൻ അതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാം കൂടെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ളൊരു പ്ലേസ് അവിടെ ഇല്ല. പിന്നെ ഒന്ന് രണ്ട് അല്ലാത്ത സാധനങ്ങളും കൂടെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു കോർണർ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ സൈഡ് മുതൽ ആ സൈഡ് വരെയുള്ള സാധനങ്ങൾ നമ്മൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഡെക്കോറിന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഒന്ന് ഈ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അതാണ് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. കോളേജിലെ ആനുവൽ ഡേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു ടൈം പീസ് ആണ് കേട്ടോ. അതിൽ ഇതുവരെ ബാറ്ററി ഇട്ടിട്ടില്ല, ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഇപ്പം ഞാൻ തൽക്കാലം ഒന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെയൊക്കെ വെച്ചാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഇതിലും കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ ആനക്കുട്ടിയും ബുദ്ധയും ഇല്ലാതെ ഈ ഒരു ഡെസ്ക് ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ ട്രിപ്പ് പോയതിന് സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ബുദ്ധനെ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ആനക്കുട്ടീനെ കൊച്ചി മറൈൻ ഡ്രൈവ് പോയ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ കാര്യമായി ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം സോളാറിൽ വർക്ക് ചെയ്യുന്നൊരു ലൈറ്റാണ്. അപ്പോൾ ഇത് ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ചാർജ് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ചാർജ് ആയിട്ടുണ്ടാവും. പിന്നെ അതിന് തോന്നിയ പോലെയാണ് അത് കത്തുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എസ്തെറ്റിക്കിന് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പോസ്റ്റ് കാർഡ്സും കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഈ ഒരു ജനലിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ സൈഡിൽ ഞാൻ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല കേട്ടോ. ആ ഒരു ബോട്ടിലും പിന്നെ എൻ്റെ കയ്യിലൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടായിരുന്നു, 2-3 വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് അതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ കാണാനൊരു ഭംഗി തോന്നിയോണ്ട് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പോസ്റ്റ് കാർഡും കൂടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ താഴെയുള്ളത് കുറച്ചൊന്ന് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ നീറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ടൊരു പ്ലാന്റും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് അത്യാവശ്യം മെയിൻ്റനൻസ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാനൊക്കെ മറന്നു പോകുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മണി പ്ലാന്റ് ഇങ്ങനെ വാട്ടറിൽ വെച്ചിട്ടാണ് ഹാങ് ചെയ്യുന്നത്. അതാകുമ്പോൾ അത്ര മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. വെള്ളം അത്യാവശ്യം തീരാനാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നിറച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടോ. ഞാൻ ഈ ഒരു കർട്ടൻ ഒന്നും കൂടെ പൂട്ടിയിട്ടതായിരുന്നു എങ്ങനെ ഉണ്ടാവും കാണാനെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു കർട്ടൻ ഒന്നും കൂടെ നീറ്റായിട്ട് കെട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാണ് ഈ ഒരു ഡെസ്കിൻ്റെ പുതിയ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, പക്ഷെ കാണുമ്പോൾ കുറേ ചേഞ്ച് ഉള്ള പോലെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു കർട്ടനും കൂടെ വന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാടിറങ്ങി വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ വരും. പക്ഷേ കുഴപ്പമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ വരണമല്ലോ. ഇത്രയും കാലം ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും തിങ്ങി നിറഞ്ഞ് ഇല്ലായിരുന്നു. അപ്പം ഇനി ചിലപ്പോൾ മൂഡ് മാറുന്നതിനനുസരിച്ച് ഞാൻ ഇതിലും കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തും. ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു സീറോ കോസ്റ്റ് ഡെസ്ക് മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ. കാരണം ഒറ്റ പൈസ പോലും ഇനി ചിലവായിട്ടില്ല. ഭയങ്കര ചേഞ്ചസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര എസ്തെറ്റിക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയല്ലോ. പിന്നെ ഒറ്റ കാര്യങ്ങളും ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.